നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് തളർന്നു പോകും. എല്ലാവരുടെയും മുന്നിൽ ചെന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞതുകൊണ്ട് മാത്രം സ്നേഹപ്രകടനം ആവില്ല. ചില ആൾക്കാർക്ക് ആൾക്കാരുടെ മുന്നിൽ ഈ പറയുന്ന കണ്ണീര് കാണിക്കാതെ ഒരു മൂലയിലിരുന്ന് ആരും ഇല്ലാത്ത സമയത്ത് കരഞ്ഞു തീർക്കാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് സ്നേഹം ഇല്ലാതാവുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിനെ അത്രയധികം സ്നേഹിക്കുന്ന മുതിർന്ന ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് നമ്മളെ പറഞ്ഞ് സമാധാനം വെച്ച് അത് പോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അത് മറന്നേക്കും, അത് വിധിയാണ്, ഇനി നമ്മൾ ജീവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മീഡിയയ്ക്ക് മുന്നിൽ കടന്ന് ഇന്റർവ്യൂ ചറപറ കൊടുക്കുന്ന സമയത്ത് അത് ആ കുടുംബം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ആ മുഖത്തെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുമ്പോൾ ആ കുടുംബം തകർന്നടിഞ്ഞു പോകും. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അർജുനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്വന്തം കുടുംബമാണെങ്കിലും ഇനി നാട്ടുകാരായാലും എന്തായാലും ആ മനുഷ്യന് ആത്മശാന്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആ കുടുംബത്തെ വേദനിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ കൂടിയാണ് വേദനിക്കപ്പെടുന്നത്.